ആയുസ് മുഴുവൻ വെള്ളം കോരി വിറകും വെട്ടി പ്രിയങ്കയ്ക്കും രാഹുലിനും സോണിയയ്ക്കും വേണ്ടി രാജ്യമാകെ നടന്ന് തെറി കേട്ടിട്ടും പാർട്ടി വിടാതിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന ഹൈക്കമാൻഡ് വരെ കൈകാര്യം ചെയ്തിരുന്ന ഈ നേതാവിനെ പുറത്തിരുത്താൻ ഒരു കാരണമേയുള്ളൂ: ജിഹാദിയുടെ അടിമയല്ല. ഇതിനി മുതൽ കേരളം കാണാൻ പോകുന്ന രാഷ്ട്രീയം. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് തീരുമാനിക്കും നിയമങ്ങൾ. അതേ 63 72 സീറ്റുകൾ കോൺഗ്രസ് ജയിച്ചാലും കോൺഗ്രസിന്റെ കടിഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ കയ്യിലാണ്. ഭൂരിപക്ഷമെന്ന് ഇതുവരെ അഹങ്കരിച്ചിരുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ ആദ്യത്തെ ഇലക്ഷനാണ് ഇപ്പോൾ സതീശൻ എന്ന ജിഹാദി അടിമയെ കേരള മുഖ്യമന്ത്രി കസേരയിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ ഭരിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിക്കാം. ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും താഴെയട MLA മാരും SNDPയും NSSും. ജനവികാരം മാനിച്ചാണെന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധരോട് കർണാടകയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊന്നും ഹൈക്കമാൻഡ് ചെവി കൊടുക്കാത്ത ജനവികാരത്തിന് കേരളത്തിൽ മാത്രം ചെവി കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, വയനാട്ടിൽ പോലും വ്യാജഗാന്ധി പേരിൽ ജീവിക്കുന്ന പാണക്കാട്ടെ അടിമകൾ തോൽക്കുമെന്നത് കൊണ്ടാണ്. ആത്യന്തികമായി സോണിയ കുടുംബത്തിന്റെ നിലനിൽപ്പാണ് പരമപ്രധാനം. രാഹുലിനും പ്രിയങ്കയ്ക്കും MP മാരായി നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഔദാര്യം വേണം. ജവഹർലാൽ നെഹ്റു ഭാരതം വിഭജിച്ചതിനു ശേഷമെങ്കിലും ആട്ടി ഓടിച്ച മുസ്ലിം ലീഗിന്റെ കാലു പിടിക്കാതെ സോണിയ കുടുംബത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. രാജ്യം വിഭജിക്കുന്നതോ മതവിദ്വേഷം വളർത്തുന്നതോ ഒന്നും പണ്ട് നെഹ്റു കുടുംബത്തിനും ഇപ്പോൾ സോണിയ കുടുംബത്തിനും പ്രശ്നമായിരുന്നില്ല. ദുരിതങ്ങളും ജനങ്ങളാണല്ലോ അനുഭവിക്കേണ്ടി വരിക. രാജ്യം അപകടത്തിൽപ്പെട്ടാൽ സോണിയ കുടുംബത്തിന് രക്ഷപ്പെടാൻ ഇറ്റലിയുണ്ട്. അവർ മുമ്പൊരിക്കൽ അങ്ങനെ ചെയ്ത ചരിത്രവുമുണ്ട്. ഇവിടെയുള്ളവർ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും മനസ്സാക്ഷിക്കുണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് വർഗീയവാദികൾ എന്തു പറയുന്നു അതിന് ചുവട്ടിൽ ഒപ്പിട്ടു കൊടുക്കാൻ മാത്രമേ സോണിയ കുടുംബത്തിന് കഴിയൂ. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മറ്റു രാഷ്ട്രീയ കാരണങ്ങളൊക്കെ പുറമേക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറയുന്നു എന്ന് മാത്രം.